എല്ലാവർക്കും നമസ്കാരം. വീണ്ടും ഒരു റീഡിങ്ങിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് നമുക്കൊരു പൈൽ റീഡിംഗ് നോക്കാം. റീഡിങ്ങിൽ നോക്കുന്നത് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് അല്ലെങ്കിൽ ഒരു ട്രൂ ഇമോഷൻ എന്താണ് എന്നതാണ്. അതിനുവേണ്ടി പൈൽ സെലക്ഷന് വേണ്ടിയിട്ട് ഇവിടെ 2 സ്റ്റോണാണ് വെച്ചിരിക്കുന്നത്. ഇതൊരു റോസ് ക്വാർട്സിൻ്റെ സ്റ്റോണും ഇതൊരു അമിത്തീസിൻ്റെ സ്റ്റോണുമാണ്. അപ്പം ഇത് പൈൽ നമ്പർ 1 ആൻഡ് ദിസ് ഇസ് പൈൽ നമ്പർ 2. നിങ്ങൾക്ക് ഇതിലൊരു സ്റ്റോണ് സെലക്ട് ചെയ്യാം, ഏത് പൈൽ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. അപ്പം റീഡിംഗ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ വാലിഡ് ആകുന്നതായിരിക്കും. നിങ്ങൾക്ക് ഇതിലുള്ള എല്ലാ പോസിറ്റീവായ കാര്യങ്ങളെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പം പൈൽ നമ്പർ 1 സെലക്ട് ചെയ്തവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. Three of Pentacles, 10 of Wands, Page of Pentacles, 6 of Swords, 8 of Cups, King of Wands, Page of Swords, 6 of Pentacles, 3 of Wands, 9 of Wands, and King of Swords. ഇപ്പം ഈ ഒരു റീഡിങ്ങിൽ വന്നിരിക്കുന്ന ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളും നിങ്ങളുടെ പേഴ്സണും തമ്മിൽ ഒരു വളരെയധികം ഒരു സെപ്പറേഷൻ പീരീഡിലേക്ക് അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡിൽ ഇരിക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു റിലേഷനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ രണ്ടുപേരും ചേർന്നിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഫ്യൂച്ചറിലേക്ക് പ്ലാൻ ചെയ്തിട്ട് ഇരുന്ന അല്ലെങ്കിൽ വളരെ നന്നായിട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. അപ്പോൾ അതിനകത്ത് പെട്ടെന്നായിരിക്കും ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരികയും ആ ഒരു സിറ്റുവേഷൻ്റെ ഇൻഫ്ലുവൻസ് കാരണം നിങ്ങൾ രണ്ടുപേരും രണ്ട് വഴിയിലേക്ക് സെപ്പറേറ്റ് ആയി പോവുകയും ചെയ്തിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പം ആ ഒരു നിങ്ങൾ അതുപോലെ അതായത് നിങ്ങൾ ഈ ഒരു പേഴ്സണെ നിങ്ങളുടെ ലൈഫിൽ ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വ്യക്തിക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ഇമ്പോർട്ടൻസ് കൊണ്ടായിരിക്കാം നിങ്ങൾ ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോകരുത് എന്ന് കരുതി ഈ ഒരു പേഴ്സണെ നിങ്ങളെപ്പോഴും ഹോൾഡ് ചെയ്ത്, അതായത് എപ്പോഴും അദ്ദേഹം നമ്മുടെ കൂടെ നിൽക്കണം എന്ന് തന്നെ വിചാരിച്ച് നിങ്ങൾ എപ്പോഴും ആ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ആ ഒരു വ്യക്തിയെ എപ്പോഴും ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങളെപ്പോഴും അതായത് നിങ്ങൾ ആ ഒരാൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും പോകരുത് എന്ന് തന്നെ നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുകയും മാനിഫെസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു മുന്നേ ഉണ്ടായിരുന്നത്. പക്ഷെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്ത് നിന്ന് മുന്നോട്ടേക്ക് പോയി. അതായത് നിങ്ങളെ വിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്നായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ജീവിതത്തിൽ നിന്ന് അദ്ദേഹം മറ്റൊരു സിറ്റുവേഷനിലേക്ക് മൂവ് ഓൺ ചെയ്തു പോയ ഒരു എനർജിയാണ്. അതായത് ഇതൊരു പാസ്റ്റ് എനർജിയാണ്. അദ്ദേഹം അങ്ങനെ ഒരു നിങ്ങളുടെ അടുത്ത് നിന്ന് മാറി മുന്നോട്ടേക്ക് പോയ ഒരു പേഴ്സന്റെ എനർജി ആയിരുന്നു. പക്ഷെ അദ്ദേഹം ഇപ്പോൾ കരുതുന്നത് ആ ഒരു തീരുമാനം, അതായത് നിങ്ങളുടെ അടുത്ത് നിന്ന് വിട്ടുപോയ ആ ഒരു തീരുമാനം ആ ആളുടെ ജീവിതത്തിലെ ഏറ്റവും മോശമായ ഒരു തീരുമാനമായിരുന്നു എന്നത് തന്നെയാണ്. അപ്പം അതായത് ആള് വിചാരിച്ചിരുന്നത് ആൾക്കൊരു വലിയ എന്തോ ഒരു സക്സസ് ആയിട്ടുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ലൈഫിൽ ഏറ്റവും വലിയൊരു അച്ചീവ്മെന്റ് നിങ്ങളുടെ അടുത്ത് നിന്ന് മുന്നോട്ടേക്ക് പോയി കഴിയുമ്പോൾ ആൾക്ക് കിട്ടുമെന്നതായിരുന്നു. അപ്പം ഒരു തേർഡ് സിറ്റുവേഷൻ അദ്ദേഹത്തെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുന്നതും അല്ലെങ്കിൽ വിശ്വസിപ്പിച്ചിരിക്കുന്നതും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അതായത് ഈ ഒരു പേഴ്സൺ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിൽ നിന്ന് മുന്നോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാകും എന്ന് കരുതി അല്ലെ അങ്ങനെ വിശ്വസിപ്പിച്ച് അദ്ദേഹത്തെ ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്ത് നിന്ന് അകറ്റിക്കൊണ്ടു പോയതാണ്. പക്ഷെ അദ്ദേഹത്തിന് ഇപ്പോൾ അതിൻ്റെതായ, അതായത് നിങ്ങളുടെ ഒരു ട്രൂത്ത് അല്ലെങ്കിൽ നിങ്ങൾ എന്തായിരുന്നു, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഒരു ട്രൂത്ത് എന്തായിരുന്നു എന്നെല്ലാം വളരെയധികം മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്ന ഒരു എനർജിയാണ്. അപ്പോൾ അദ്ദേഹം വിചാരിക്കുന്നുണ്ട് നിങ്ങൾ വളരെ ഒരു സത്യമുള്ളൊരു പേഴ്സൺ ആയിരുന്നു, നിങ്ങളുടെ സ്നേഹവും അതിനനുസരിച്ച് തന്നെ സത്യമുള്ളതായിരുന്നു എന്ന്. അപ്പം ആൾക്കുണ്ടായിരുന്ന ആ ഒരു കൺഫ്യൂഷൻസിനെ എല്ലാം ആൾക്ക് ഇപ്പോൾ ഇവിടെ ക്ലിയർ ചെയ്യാനായിട്ട്
സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം കരുതുന്നുണ്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ക്ലാരിറ്റി, നിങ്ങൾ ആ ഒരു പേഴ്സണിന് കൊടുത്തിരുന്ന ഒരു റെസ്പെക്ട് അല്ലെങ്കിൽ മറ്റുള്ള എല്ലാ കാര്യങ്ങളും വേറൊരിടത്തു നിന്നും ആ ഒരു പേഴ്സണ് കിട്ടുകയില്ല എന്നും, നിങ്ങളുടെ ഒരു സത്യം അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഈ ഒരു തെറ്റിദ്ധാരണ എന്നത് വെറും അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയുക, അദ്ദേഹത്തെ മറ്റൊരാൾ തെറ്റിദ്ധരിപ്പിച്ചതാണ് എന്നൊക്കെ അദ്ദേഹത്തിന് ഇപ്പം വളരെയധികം വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ അദ്ദേഹം തിരിച്ച് നിങ്ങളുടെ അടുത്തേക്ക് തന്നെ വരണം, നിങ്ങളുമായിട്ടൊരു ലോങ് ടൈം ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവരണം, നിങ്ങളുമായിട്ട് ഒരുപാട് കമ്മ്യൂണിക്കേഷൻ നടത്തണം, ഒത്തിരി സംസാരിക്കണം, നിങ്ങളുടെ കൂടെ ആയിരിക്കണം എന്നൊക്കെ ഇപ്പം വളരെയധികമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു എനർജിയാണ്. നിങ്ങളുടെ പ്രസൻസ് എപ്പോഴും അദ്ദേഹത്തിന് കൂടെ വേണം. അതായത് അദ്ദേഹത്തിന്റെ ഒരു ലൈഫിൽ ഉള്ള ഒരു അച്ചീവ്മെന്റ് ആയിട്ട് തന്നെ നിങ്ങളെ കാണുന്നു എന്നുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പം മുന്നത്തെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കാം അവിടെ എപ്പോഴും ഈ ഒരു സിറ്റുവേഷനെ അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയെ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ വേണ്ടി നിങ്ങളായിരിക്കും അവിടെ എപ്പോഴും എഫേർട്ട് ഇട്ടിട്ടുണ്ടാവുക. അതായത് അദ്ദേഹത്തിൽ നിന്ന് തിരിച്ചൊരു എഫേർട്ട്, നമ്മളൊരു റിലേഷൻഷിപ്പിൽ മുന്നോട്ട് പോകുമ്പോൾ ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് വേണമെന്ന് പറയുന്നത് പോലെ അങ്ങനെയുള്ള ഒരു ഈക്വൽ ഗീവ് ആൻഡ് ടേക്ക് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ കിട്ടിയിട്ടുണ്ടാവില്ല. അതിപ്പം ഏത് തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആയാലും, ഇപ്പം നമുക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ് ഇദ്ദേഹം എന്നുള്ളത് കൊണ്ട് തന്നെ എപ്പോഴും അങ്ങോട്ടേക്ക് മാത്രം വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് നിങ്ങളാണ് ആ ഒരാളെ എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ പിടിച്ചു നിർത്തിക്കൊണ്ടിരുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ എനർജി ഇപ്പം മാറി ചിന്തിക്കുകയാണ്. അതായത് ഇങ്ങോട്ടേക്ക് മാത്രം കിട്ടിയാൽ പോരാ, തിരികെ അങ്ങോട്ടേക്കും കൊടുക്കണം. അതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായ ഒരു പ്രശ്നമെന്ന് ഈ ഒരു വ്യക്തിക്ക് നല്ലതുപോലെ ഇപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വന്നാലും നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതെല്ലാം നിങ്ങൾക്ക് ഒരേപോലെ പകുത്തു നൽകണം, അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന അതേ സ്നേഹം അതേ അളവിൽ തന്നെ തിരികെ തരണം എന്നുള്ള ഒരു പേഴ്സന്റെ എനർജിയിലാണ് അദ്ദേഹം ഇപ്പോൾ നിൽക്കുന്നത്. അതിനുവേണ്ടി അദ്ദേഹം അവിടെ നിന്ന്, അതായത് നിങ്ങളിരിക്കുന്ന ഒരു സ്ഥലവും നിങ്ങളുടെ ഒരു നിങ്ങളെ ഇപ്പോൾ ചേസ് ചെയ്യുന്നുണ്ട്. അതായത് ചേസ് ചെയ്യാന്ന് പറയുമ്പോൾ നിങ്ങൾ എവിടെയാണ്, നിങ്ങൾ ആരുടെ കൂടെയാണ്, നിങ്ങൾ എവിടെയാണ് ഇരിക്കുന്നത്, നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ്, എന്ത് ജോബാണ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒബ്സർവ് ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് ഒരു യാത്രയിലേക്ക്, അതായത് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ടുള്ള ഫുൾ പ്ലാനിങ്ങിലും കൂടെയാണ് നിൽക്കുന്നത്. അതുപോലെ ഇനി ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും ആ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യാനും മാത്രം ധൈര്യം ഈ ഒരു പേഴ്സണ് ഇപ്പോൾ വന്നിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഈ ഒരു 9 ഓഫ് വൺസ് എന്ന് പറയുമ്പോൾ ഏതൊരു സിറ്റുവേഷനെയും പ്രൊട്ടക്റ്റ് ചെയ്ത്, ഇനിയും ഇതിനകത്ത് വരുന്ന എന്തൊരു തേർഡ് സിറ്റുവേഷൻ ആയിക്കോട്ടെ, മറ്റേതൊരു വ്യക്തി ആയിക്കോട്ടെ, നിങ്ങൾക്കിടയിൽ വരുന്ന എല്ലാത്തിനെയും ഒരു പ്രൊട്ടക്ഷൻ ഫേസിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ റിലേഷൻ ഏറ്റവും നന്നായിട്ട് തന്നെ നോക്കാനായിട്ട് ഈ ഒരു വ്യക്തി ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ അടുത്ത് ഉള്ള ഒരു ഫീലിങ്സ്, അല്ലെങ്കിൽ ഈ ഒരു കറണ്ട് റിലേഷൻഷിപ്പിന്റെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾക്കിത് റെസണേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അട്രാക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ ഇനി സെക്കൻഡ് ഫയൽ സെലക്ട് ചെയ്തിട്ടുള്ള അവരുടെ റീഡിംഗ് നോക്കാം. Magician, 6 of Wands, Queen of Pentacles, Wheel of Fortune, 10 of Swords, Knight of Cups, the Empress, Three of Swords, Two of Swords, Three of Pentacles, അപ്പം ഈ സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് വേണ്ടി വന്ന ഈ ഒരു റീഡിങ്ങിൽ ആ ഒരു പേഴ്സന്റെ ഒരു ഓവറോൾ എനർജി എന്ന് പറയുമ്പോൾ
ആ ഒരു പേഴ്സൺ നിങ്ങളെക്കുറിച്ച്, അതായത് നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ വിചാരിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങൾ ആ ഒരു പേഴ്സണെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുത്ത ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് വളരെയധികമായിട്ടൊരു അട്രാക്റ്റിംഗ് പവർ ഉണ്ട്. ആ ഒരു പേഴ്സൺ ഒരിക്കലും, അതായത് ഇത്രത്തോളം നിങ്ങളിൽ അഡിക്റ്റഡ് ആയി പോകുമെന്ന് അദ്ദേഹം വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം അത്രത്തോളമുള്ള ഒരു അട്രാക്റ്റീവ് പവറാണ് നിങ്ങൾക്കുള്ളത്. നിങ്ങളൊരു മാസ്റ്റർ മാനിഫെസ്റ്ററുടെ എനർജിയിലാണ് നിൽക്കുന്നത് എന്നതാണ്. അപ്പം ഇവിടെയും ഒരു തേർഡ് സിറ്റുവേഷനിലേക്ക് പോയ ഒരു പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെയും കാണുന്നത്. നിങ്ങൾക്കൊരു എന്താ പറയുക, ഒരു വളരെയധികം ഒരു ഹാർട്ട് പെയിൻ തന്നിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോയ ഒരു ലൈക്ക് ഇവിടെ ഒരു ബിട്രയൽ എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. അത്രത്തോളം നിങ്ങൾക്കൊരു ഒരു ചതിയുടെ എനർജി തന്നിട്ട് നിങ്ങളെ അത്രയും പെയിനിൽ ആഴ്ത്തി, നിങ്ങൾ ഇപ്പോൾ കരുതുന്നുണ്ടാകാം ഈ ഒരു റിലേഷൻഷിപ്പ് ഒരു ഫുൾ എൻഡിലേക്ക് പോയി എന്ന് നിങ്ങൾ കരുതിക്കൊണ്ടിരിക്കുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കാം. കാരണം ആ ഒരു വ്യക്തി ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരില്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി എന്നേക്കുമായി എന്നെ വിട്ടു പോയി കഴിഞ്ഞു, അദ്ദേഹം എനിക്ക് ഏറ്റവും അധികം വേദന തന്നിരിക്കുകയാണ് എന്നായിരിക്കാം നിങ്ങളിപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് കരുതിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അവരെ ഇറങ്ങി പോകുന്ന ആ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ അവരവരുടെ ഭാഗം മാത്രമേ ചിന്തിച്ചിട്ടുണ്ടാവുള്ളൂ. അതായത് അവരവരുടെ ഒരു താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അവർ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പോയിട്ടുണ്ടാവുക. അപ്പോൾ അതുമൂലം നിങ്ങൾക്കുണ്ടായ ഒരു പെയിൻ എന്താണെന്ന് അവർക്ക് അന്ന് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നിങ്ങളുടെ ആ ഒരു എനർജി അവർക്ക് റിസീവ് ചെയ്യാൻ കഴിയുന്നത് നിങ്ങളെ അവർ എത്രത്തോളം വേദനിപ്പിച്ചു, നിങ്ങളെ അവർ ഈ ലോകത്തിൽ തരാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പെയിൻ തന്നിട്ടാണ് നിങ്ങളിൽ നിന്ന് അവർ അകന്നു പോയത് എന്നത് അവർക്കിപ്പം മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അത് കർമ്മ എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിൽ റിഫ്ലക്റ്റ് ചെയ്തു തുടങ്ങിയ ഒരു സമയമാണ് ഇപ്പോൾ. അപ്പം അവർ ചെയ്ത കാര്യങ്ങളെയെല്ലാം അവർ വീണ്ടും ഒന്നും കൂടി അനലൈസ് ചെയ്ത് അവരെന്താണ് പാസ്റ്റിൽ നിങ്ങളോട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് അവർ ചെയ്തു വന്നിരുന്നത് എന്നത് അവർ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങളോട് അവർ ചെയ്ത ആ ഒരു വേദന നിങ്ങളെ എത്രത്തോളം, നിങ്ങളുടെ ജീവിതത്തെ എത്രത്തോളം ഇരുട്ടിലാഴ്ത്തി എന്നുള്ളത് അവർക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. കാരണം നിങ്ങൾ ആ ഒരു വ്യക്തിയെ, നിങ്ങളുടെ ലൈക്ക് ഇവിടെ നമുക്ക് കൃത്യമായിട്ട് പറയാം, നമ്മൾ ഏതൊരു റിലേഷൻഷിപ്പ് ആയാൽ പോലും ഒരമ്മ തൻ്റെ കുഞ്ഞിനെ നോക്കുന്നത് പോലെ അത്രയും ഇഷ്ടത്തോടെ അത്രയും കെയറോടെ തന്നെ നിങ്ങൾ ആ ഒരു വ്യക്തിയെ നോക്കിയിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവരുടെ എല്ലാ കൊച്ചു കൊച്ചു സന്തോഷങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ അച്ചീവ്മെന്റുകളെ വരെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടെ ആക്സെപ്റ്റ് ചെയ്യുകയും അതിനെ നിങ്ങൾ കൺഗ്രാറ്റ്സ് ചെയ്യുകയും അതൊക്കെ നിങ്ങൾ വളരെയധികം സെലിബ്രേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുള്ള ഒരു പേഴ്സൻ്റെ എനർജിയാണ്. നിങ്ങൾ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഒരു വാല്യൂ എന്ന് പറയുന്നത് വളരെ, നിങ്ങൾക്കും വാല്യൂ കൊടുക്കുന്നില്ല, പക്ഷെ പകരം നിങ്ങൾ കൊടുക്കുന്നത് ഈ ഒരു പേഴ്സണിലേക്ക് മാത്രമായിരുന്നു. അപ്പം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുള്ള ഈച്ച് ആൻഡ് എവറി മൊമെന്റ് പോലും ആൾക്ക് ശരിക്കും അദ്ദേഹത്തിന് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമായിരുന്നു. അത്രയും നിങ്ങൾ ആ ഒരു വ്യക്തിയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് എന്ന് ഈ ഒരു വ്യക്തിക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം ഇതൊരു പാസ്റ്റിൽ നിങ്ങൾ കൊടുത്തിരുന്ന, നിങ്ങൾ ആ ഒരു വ്യക്തി അത്രത്തോളം അട്രാക്ട് ചെയ്ത് നിങ്ങളുടെ ലൈഫിലേക്ക് നേടിയതാണ്. നിങ്ങൾ വളരെയധികം അട്രാക്റ്റീവ് പേഴ്സണാലിറ്റിയാണ്, വളരെയധികം സൗന്ദര്യമുള്ള ഒരു മനസ്സിനുമായാലും ഫിസിക്കലി ആയാലും വളരെയധികം സൗന്ദര്യമുള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ തന്നെയാണ് അവരിപ്പോഴും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് തന്ന ഈ ഒരു വേദനയ്ക്ക് ഒരു പരിഹാരമായിട്ട് അവർക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല. നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണോ, അല്ലെങ്കിൽ അവർ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവരെ ആക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള കൺഫ്യൂഷനിലൊക്കെയാണ് അവരിയ്ക്കുന്നത്. നിങ്ങളെ അവരുടെ ജീവിതത്തിലെ ഒരു എംപ്രസ് ആയിട്ടാണ് കാണുന്നത്. എംപ്രസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വളരെയധികം ബോൾഡ് ആയിരിക്കും. നിങ്ങൾക്ക് എന്ത് കാര്യം, നിങ്ങൾ ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പിന്റെ ആ ഒരു നല്ല ഒരു ഫേസിൽ ആള് കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ഒരു ഗീവർ ആയിരിക്കാം. കാരണം എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് കൊടുത്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു എനർജി ആയിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ അടുത്തുനിന്ന് പോയതിന് ശേഷം നിങ്ങൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ എനർജിയെ കൂട്ടി നിങ്ങളൊരു എംപ്രസ് എനർജിയിലേക്ക് എത്തിക്കഴിഞ്ഞു. അതായത് ഇനി ആരും എൻ്റെ ലൈഫിൽ വേണ്ട, എനിക്ക് തന്നെ മാനേജ് ചെയ്യാൻ കഴിയും, ഞാനാണ് വലുത് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ആ ഒരു എനർജിയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു. അത് ഈ ഒരു പേഴ്സണ് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിയിലേക്ക് നോക്കുന്നത് നിർത്തിയപ്പോഴാണ് ആ ഒരു പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള മിസ്സിങ് വന്നു തുടങ്ങിയത്. അപ്പോൾ ആൾക്ക് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് വളരെയധികം തീവ്രമായിട്ടുള്ള ഒരു ആഗ്രഹമാണ് ഇവിടെ കാണുന്നത്. ഒരു വളരെയധികം റൊമാൻറ്റിക് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്യണം, നിങ്ങളെ കാണണം, നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം,
നിങ്ങളുമായിട്ട് എന്തൊക്കെയോ പാസ്റ്റിൽ നിങ്ങളുമായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ള എന്തൊക്കെയോ കാര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഒരു ട്രിപ്പ് പോകുന്നതായിരിക്കാം, എവിടെയെങ്കിലും ഒന്നിച്ച് ഒരു ഔട്ടിങ്ങിന് പോകുന്നതായിരിക്കും. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ചെയ്തു തരണം എന്നൊക്കെയാണ് ആ ഒരു പേഴ്സൺ ഇപ്പോൾ ഈ ഒരു എനർജിയിൽ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ഒരു സെക്കൻഡ് പൈലിൽ വന്നിട്ടുള്ള റീഡിങ്. ഇതും നിങ്ങൾക്ക് റെസൊനേറ്റ് ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അട്രാക്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.